ഇന്ന് നമുക്ക് 5 അൺറേറ്റഡ് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലർ സൈക്കോ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം. അപ്പോൾ ഈ 5 അൺറേറ്റഡ് സിനിമകൾ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. സോ കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന സിനിമയാണ് ഈ 5 അൺറേറ്റഡ് സിനിമകൾ. ഇപ്പൊ ഏതാണെന്ന് നോക്കാം. ആദ്യ ചിത്രം 2020 പുറത്തിറങ്ങി മിഷ്കിൻ സംവിധാനം ചെയ്ത് ഉദയനിധി സ്റ്റാലിൻ, നിത്യ മേനോന്, അതിഥി റാവു എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന സൈക്കോ ത്രില്ലർ സിനിമയായിരുന്നു സൈക്കോ. സിനിമ നമ്മുടെ ഇംഗ്ലീഷ് സിനിമയായ സൈക്കോയുടെ ഒരു റെഫറൻസ് രീതിയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ചില വാക്കുകളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കോൺസെപ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ചിത്രത്തിന്റെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ, ചിത്രത്തിലെ കഥാനായകനായ ഗൗതമന്റെ ജീവിതത്തിലൂടെയാണ് ഈ ഒരു സിനിമ കഥ പറയുന്നത്. ഒരു അദ്ദേഹത്തിന്റെ പ്രണയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ കാണിച്ചു പോകുന്ന സമയത്ത് നഗരത്തിൽ പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതും പിന്നീട് അവരുടെ തലയില്ലാത്ത ശരീരം പലയിടങ്ങളിലും കാണപ്പെടുന്നതും ഈ സൈക്കോയെ തേടിയുള്ള ഒരു അന്വേഷണവുമാണ് സിനിമയ്ക്കുള്ളിലെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്നുള്ളത്. ഗംഭീര പടമാണ്. സോ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മിഷ്കിൻ ത്രില്ലർ പ്രേമി ആയതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഒരു ഞോ പറയാനുള്ള ഒന്നുമില്ല. പിന്നെ പടം വെച്ചൊരു സ്ലോ ബേസ് ആണ്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, സ്ലോ ബേസ് ത്രില്ലർ കാണാൻ ഒരു സൈക്കോ ത്രില്ലർ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം സൈക്കോ. രണ്ടാമത്തെ ചിത്രം 2022 പുറത്തിറങ്ങി പുഷ്പാൻ വിജയ് സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമയായിരുന്നു. അരുൺലിതി നായകനായ ഒരു ത്രില്ലർ സിനിമയായിരുന്നു ഡി ബ്ലോക്ക്. സിനിമയുടെ കഥാഗതി നോക്കുവാണെങ്കിൽ വേറൊന്നുമില്ല, നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള അരുൺലിതി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അങ്ങനെ കോളേജിലേക്ക് പഠിക്കാനായിട്ട്, ആ കോളേജ് എന്ന് പറഞ്ഞാൽ മാരകമായ കാടിനടയിലാണ് കോളേജ് അറിയപ്പെടുന്നത്. സോ അങ്ങനെ ഇരിക്കെ അവരുടെ കോളേജിൽ അപ്രതീക്ഷിതമായിട്ട് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ് ഈ പെൺകുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നത്, ആരാണ് ഇവരെ കൊല്ലുന്നത്, ആരാണ് ഇവരെ കൊലപ്പെടുത്തുന്നതൊക്കെ തേടിയുള്ള ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു കഥാഗതി സിനിമയ്ക്കുള്ളിലുണ്ട്. എങ്കിലും സിനിമയുടെ ചില ലോജിക്കില്ലായ്മ സിനിമയെ തളർത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്ന സസ്പെൻസ് നിറഞ്ഞ് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. നല്ലതായിട്ട് കഥ പറയുന്ന അരുളിയുടെ ഒക്കെ പ്രകടനം ഒക്കെ ഗംഭീര പ്രകടനമാണ്. നിങ്ങൾക്ക് ബോറടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും മസ്റ്റ് വാച്ച് ഒന്ന് ട്രൈ ചെയ്യുക. മൂന്നാമത്തെ ചിത്രം എന്നുള്ളത് 2022 പുറത്തിറങ്ങിയ ഹിറ്റ് ദ സെക്കൻഡ് കേസ്. ഇറ്റ് ഫസ്റ്റ് കേസ് കണ്ടവർക്ക് അറിയായിരിക്കും ഇറ്റ് സെക്കൻഡ് കേസ് ചില ആളുകൾക്ക്. സോ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബെസ്റ്റ് മൂവിയിൽ ഒന്നാണ്. ഫസ്റ്റ് പാർട്ട് ബെസ്റ്റ് മൂവിയിൽ ഒന്നായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടുള്ള കഥാഗതി എന്ന് പറയാം. അതിവിശേഷ് അതുപോലെ തന്നെ സാലിഷ് ലൂലാൻഡ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സോ അപ്പം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള പോലീസ് ഓഫീസറാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ദിവസമൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭാര്യയുമായും ഇട്ടൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ കാണിച്ച് പോകുന്നതിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊലപാതകം നടക്കുന്നു. എന്താണെന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. ഒരാൾ കൊല്ലപ്പെടുന്നു. അപ്പം ഈ ഒരു കേസ് നമ്മുടെ നായകനാണ് ഏറ്റെടുക്കുന്നത്. പിന്നീട് അവരുടെ ടീം ലീഡേഴ്സ് ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലെ പ്രമേയം എന്ന് പറയുന്നത്. സോ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കഥാഗതി, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള എഴുത്ത്, നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഹിറ്റ് ദ സെക്കൻഡ് കേസ്. ഒരിക്കലും ബോർ അടിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് ട്രൈ ചെയ്യുക. ത്രില്ലർ ഒരു വെറൈറ്റി ത്രില്ലർ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ സിനിമയിലൂടെ. സോ നെക്സ്റ്റ് പടം ഏതാണെന്നുള്ളത് നോക്കാം. അടുത്ത പടം റിപ്പീറ്റ്. 2022 നവീൻ ചന്ദ്ര നായകനായി എത്തി അരവിന്ദ് ശ്രീനിവാസ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു. അതായത് ഒറ്റ വാക്കിൽ പറയാം, ത്രില്ലർ എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രില്ലർ. ശരിക്കും ഇതുപോലത്തെ ഒരു കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കഥകൾ വന്നിട്ടുണ്ട്. സോ അതുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കഥാഗതിയിലൂടെ കഥ പറഞ്ഞു പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു കഥ. അതായത് ഒരു അപ്രതീക്ഷിത കൊലപാതകം നടക്കുന്നു, ഒരു സിറ്റിക്കുള്ളിൽ ഒരു ക്രൈം നടക്കുന്നു. അങ്ങനെ ഈ ക്രൈം ചെയ്ത ആളെ തേടി ഇവരുടെ ഒരു അന്വേഷണമാണ് ഈ സിനിമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് നല്ല മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മധുബാലയൊക്കെ ഇതിനകത്ത് നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇവരുടെ എല്ലാം പെർഫോമൻസുകളും സിനിമയ്ക്കുള്ളിലെ കഥയും വെച്ച് ഒക്കെ ഫീൽ തന്നിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയായിരുന്നു ഇത് റിപ്പീറ്റ്. തീർച്ചയായിട്ടും കാണാം റിപ്പീറ്റ്. നല്ലൊരു
ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, സസ്പെൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത പടം എന്ന് പറയുന്നത് 2019 തപ്സി പൊന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു സിനിമയായിരുന്നു. അവിനാശ് ശരവണൻ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ. സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ ഒരുപാട് ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇത് കാണാത്തവർക്ക് ഉപകാരപ്പെടും. ഈ സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു വീൽ ചെയറിൽ കഴിയുന്ന നമ്മുടെ കഥാനായിക അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ ഒരു അതായത് അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല, ഗെയിം സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ് നമ്മുടെ കഥാനായികയുടെ ജോലി. അങ്ങനെ ഇങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു അപ്രതീക്ഷിത സംഭവം അവരുടെ ലൈഫിൽ നടക്കുന്നു. ശേഷം ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള രീതിയിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഈ ഗെയിം ചേഞ്ചർ. കണ്ടിരുന്നു പോകും, നമ്മളെ പലയിടത്തും ഞെട്ടിക്കും, പലയിടത്തും പിടിച്ചിരുത്തും. ഒരു കഠിനമേറിയ കഥ, പലയിടത്തും ബോറടിപ്പിക്കാതെ ഈ ആക്ടിസ്റ്റ് ആയാലും എല്ലാവരും. സോ ഡയറക്ഷൻ മേഖല, സിനിമാറ്റോഗ്രഫി മേഖല എല്ലാം തന്നെ വേറെ 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 ലെവൽ രീതി കൊണ്ടുപോയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും കാണാം ഗെയിം ഓവർ. എന്തായാലും ഒന്ന് മസ്റ്റ് വാച്ച് ട്രൈ ചെയ്യാം.